ആ കർഷകൻ എവിടെ പോയാലും നിന്നെ കൂട്ടാതെ പോകാനില്ലല്ലോ. അതുകൊണ്ട് നീ എനിക്ക് പറഞ്ഞു തരും പ്രിയപ്പെട്ട തുളസി, ഞങ്ങളെ വന്ന് അറിയിക്കുന്നു. തുളസി ഒന്നും എഴുതിയില്ല എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം പറഞ്ഞത് തുളസിക്ക് ഭഗവാന്റെ ഭാര്യാസ്ഥാനുണ്ട്. ഈ സപത്നികൾ സന്തോഷിക്കുന്നത് മറ്റാൾക്ക് ഇഷ്ടമില്ല. വേറൊരു ഭാര്യ സന്തോഷിക്കുന്നത് മറ്റേ ഭാര്യ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമില്ലാത്തതുകൊണ്ട് സപത്നി പരിഭവം കൊണ്ട് അറിയില്ല. തുളസിന്നാണ് ഗോസ്ത്രീയുടെ ജന്മം. അങ്ങനെ തുളസിയോട് ചോദിക്കുന്നു. തുളസി പറഞ്ഞു കൊടുത്തില്ല. മല്ലികപ്പൂവിനോടും മുല്ലപ്പൂവിനോടും ചോദിക്കുന്നു. കാരണം അതിയായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് സാധാരണയിൽ കൂടുതൽ ബന്ധമുണ്ടല്ലോ മുല്ലപ്പൂവെ, സാധാരണയിലേക്കാൾ കൂടുതൽ സൗരഭ്യം പ്രവർത്തിച്ചേ. കാരണം ആ കൃഷ്ണൻ പോകുന്ന വഴിക്ക് നിങ്ങളുടെ ദേഹത്ത് അവൻ തലോടിയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്രയും മണം കൂടിയത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞത് എവിടെയാണ് ഞങ്ങളുടെ കൃഷ്ണൻ അവര് പറഞ്ഞു കൊടുക്കേണ്ട. ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് കേട്ടപ്പോ ഈ ഭഗവാൻ റിവേഴ്സോടുണ്ട്. പണ്ട് ഭഗവാൻ സീതാദേവിയെ അന്വേഷിച്ച് പണ്ട് ത്രേതായുഗത്തില് ഈ വള്ളികളോടും പൂക്കളോടൊക്കെ എന്റെ സീതയെ കണ്ടോ എന്ന് ചോദിച്ച് ഭഗവാൻ കൊണ്ട് പോയിരുന്നുണ്ട് പണ്ട്. ഭഗവാൻ പോയിട്ടുണ്ടാവും. ഇത് എങ്ങനെ പണ്ട് ഞാൻ പോയത് ഞാൻ തന്നെ ഒന്ന് കാണട്ടെ ഇത് കഴിഞ്ഞിട്ടാവും ചിലപ്പോ വായിച്ചു. ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുമ്പോ ഭൂമിയിലേക്കോട് ചോദിക്കും. ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോ ഭൂമിയിൽ മുഴുവൻ പച്ച പുല്ലുകൾ ഇങ്ങനെ വിടന്ന് ഇങ്ങനെ തളിരിട്ട് നിൽക്കുക, നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുക. നമ്മളൊരാളെ തൊട്ട് കഴിഞ്ഞാൽ അയാളുടെ രോമം കഴിഞ്ഞില്ലേ രോമാഞ്ചം. ഭൂമിയിലേക്ക് രോമാഞ്ചം ഉണ്ടായത് എങ്ങനെയാണ്? ആ ഭഗവാൻ അതിലൂടെ നടന്നു പോയപ്പോഴാണ്. അല്ലെങ്കിൽ ഒരിക്കലും അവസ്ഥയുടെ ഗ്രേറ്റ്നസ്. പണ്ട് വാമനാവതാരം എടുത്ത സമയത്ത് നിന്നെ അവൻ ആന്നിട്ടുണ്ടല്ലോ ഭൂമി. അപ്പോ നിന്റെ ഈ ഹൃദയം കോരിത്തിരിച്ചതുകൊണ്ടാണോ ഈ ഭൂമികൾ കിടക്കുന്നത്? അല്ല, പണ്ട് നിന്നെ ഒരു അസുരം കൊണ്ടുപോയിട്ട് എവിടെയോ ഒളിപ്പിച്ചു വെച്ചപ്പോ വരാഹമൂർച്ചയായിട്ട് വന്ന് അദ്ദേഹം നിന്നെ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിന്റെ ദേഹം ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഗോപസ്ത്രീകൾക്ക് ഭഗവാനോട് ഉണ്ടാകുന്ന വികാരം എന്താണ്? എങ്ങനെയാണ് അവർ ഭഗവാൻ കണ്ടിരുന്നത്? ഇങ്ങനെ ഓരോരുത്തരോടും ചോദിച്ച് അവർ വീട് നടക്കുന്ന വള്ളികളോട് ചോദിക്കും. ഗോപസ്ത്രീകൾ സഞ്ചരിക്കുമ്പോൾ വള്ളികളൊക്കെ വീടടക്കുന്ന വള്ളികളെ കണ്ടപ്പോൾ ഗോപസ്ത്രീകൾക്ക് വള്ളികളായിട്ടാണ് തോന്നിയത്. ഭക്തൻ നമസ്കരിച്ചായിട്ട് തോന്നിയത്. 9:30 നടക്കുന്നുണ്ടോ ഈ ശിവയെ എന്ന് വിളിക്കുന്ന സമയത്ത് ശംഖു വിളിക്കുമ്പോൾ അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഹരേക്കാണ് വീടാണ് ഹരേ എന്ന് പറഞ്ഞു. അതുപോലെ ഗോപസ്ത്രീകൾ നോക്കിയപ്പോൾ വള്ളികൾ മുഴുവൻ ഭഗവാനെ നമസ്കരിച്ച് കിടക്കുന്നതായിട്ട് തോന്നുന്നു. ഇങ്ങനെ അധികം വിരഹദുഃഖം അനുഭവിച്ച് ഇങ്ങനെ നടക്കുന്ന ഗോപസ്ത്രീകൾ ഭൂമിയോട് ഒന്നുകൂടെ ചോദിച്ചതാണ് എന്തെങ്കിലും ഒരു ക്ലൂ. അങ്ങനെയാണോ? ഒരു ക്ലൂ എങ്കിലും തരും ഇദ്ദേഹം അറിയാൻ പോയത്. ആ സമയത്ത് ഭൂമി കാണിച്ചു കൊടുക്കുന്നു ഭഗവാന്റെ പാദമുദ്രകളെ കാണിച്ചു കൊടുക്കും. ഭഗവാന്റെ പാദമുദ്രയാണ് അതെന്ന് പറയാൻ. അതിൽ ഭഗവാന്റെ പാദത്തിലുള്ള ചിഹ്നങ്ങൾ ധ്വജം, പത്മം, അങ്കുശം, ജപം, ചക്രം ഇത്രയും അടയാളങ്ങളുണ്ട് ഭഗവാന്റെ പാദത്തിൽ നിന്നാണ്. അപ്പൊ പാദമുദ്രയിൽ ഈ അടയാളങ്ങൾ കണ്ടതുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളാണ് അതൊന്ന് മനസ്സിലായി. ആവശ്യമില്ല. എനിക്ക് ഈ ടോപ്പിക്ക് സംസാരിക്കാൻ കിട്ടിയിട്ടുണ്ടായതിലുള്ള ഏറ്റവും വലിയൊരു സന്തോഷം ഇവിടെ നോക്കാറുണ്ട്. കാരണം ഗോപസ്ത്രീകൾ നോക്കിയ സമയത്ത് ഭഗവാന്റെ പാദങ്ങൾ മാത്രമല്ല ഭൂമിയിൽ കണ്ടത്, ഒപ്പം ഒരു സ്ത്രീയുടെ പാദം കൂടെ ഭഗവാന്റെ പാദത്തിനരികിലായി ഗോപസ്ത്രീകളെ കാണുന്നു. അതോ അവരനുമാനിക്കുകയാണ് ആ പാദമുദ്ര. ഗോപസ്ത്രീകൾ ഭയങ്കര ഇന്റലിജന്റ് ആണ്. ഈ പാദമുദ്രയൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ അവർ പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെയുള്ളതൊക്കെ അവർ പറയാണ്. ഈ പുരുഷന്റെ കാൽപാദവും സ്ത്രീയുടെ കാൽപാദവും തമ്മിലുള്ള അനുപാതം വെച്ച് നോക്കുമ്പോ ഈ ഗോപസ്ത്രീ ഭഗവാന്റെ തോളിൽ കൈ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോഴെങ്ങനെ നമ്മൾ
ഈ രണ്ട് പാതകൾ തമ്മിലുള്ള അവിടെ നന്നായിട്ട് അവന്റെ തോന്നിൽ പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് നിലനിർത്തുന്നുണ്ട്. അങ്ങനെ സഞ്ചരിക്കും. അവർ ആ പാദമുദ്രയോട് നോക്കി പറയാണ്, ഇവിടെ എത്ര സുഹൃതയായിട്ടുള്ളതാണ്, നമ്മളെ ഉപേക്ഷിച്ചപ്പോഴും അവൻ നിങ്ങളെ മാത്രം ഉപേക്ഷിച്ചത്. ഭാഗവത്തിൽ ശ്രീശുരംഭർഷി മനഃപൂർവ്വം പറയണ്ട 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 എന്ന് എഴുതി മാറ്റി വെച്ചൊരു പേരുണ്ട്, രണ്ടക്ഷരമുണ്ട്. ആ രണ്ടക്ഷരം പറഞ്ഞാൽ അവിടെ ഉപകാരമുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ പേര് മുമ്പെപ്പോഴും ആ പേര് ചേർത്ത് വെക്കുന്ന രാധേശ്വരൻ. ആ കൊണ്ടുപോയ ഗോപസ്തി ആരാണ് ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ രാധാറാണിയുടെ മനോഹരമായിട്ടുള്ള ചിത്രം ഭഗവാൻ ഓട്ടോമാറ്റിക്കലി തെളിയുന്നു. ഭഗവാനെ ആരാധിച്ചിരുന്ന ഒരു കുട്ടീനെ ഉള്ളൂ, രാധിക എന്ന് പറഞ്ഞു. അത് രാധ എന്ന പേര് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം കൊണ്ടുപോയത് രാധയാണ്. ഞാൻ എന്നുള്ള ഭാവം ആർക്കുണ്ടായിരുന്നില്ല. അപ്പൊ രാധക്കുണ്ടായിരുന്നില്ല. എന്റെ സൗന്ദര്യത്തിൽ എന്റെ ഭക്തിയിൽ കൃഷ്ണൻ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഭാവം അങ്ങനെയുള്ള രാധയെ കൊണ്ട് ഭഗവാൻ സഞ്ചരിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ രണ്ട് കാൽപ്പാദങ്ങൾ മാറി ഒറ്റ കാൽപ്പാടായിട്ട് മാറിയതാണ്. അയ്യോ, ഇവിടെ വെച്ച് നമുക്ക് ഒരു പാതയെ കാണുന്നുള്ളൂ. അപ്പൊ കൃഷ്ണൻ മാത്രമാണോ പോയത്, രാധ അവിടെ പോയി ചോദിച്ചു. ഇപ്പോഴത്തെ ഒരു പേര് ആഭ്യാസം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഭാഗത്തെത്തിയപ്പോ ഒരു പാദം മാത്രം കണ്ടപ്പോ കൃഷ്ണൻ രാധ ഉപേക്ഷിച്ചു തോന്നുന്നു ഗോപസ്ത്രീ. ഒരു ഗോപി പറഞ്ഞപ്പോ അടുത്ത ഗോപി ഇങ്ങനെ വായിൽ വേദനിച്ചിട്ട് പറഞ്ഞു, ഒന്നുകൂടെ സൂക്ഷിച്ചു. ഇത്ര നേരം കണ്ട കാഴ്ചയിലാണോ ഇപ്പൊ ആ കാൽപാദങ്ങൾ കാണുന്നത്? അവന്റെ പാദങ്ങൾ മണ്ണിൽ ഉൾന്നിറങ്ങിയിരിക്കുന്നു. അതിന്റെ അർത്ഥം വേദിയോട് എന്തോ ഒരു സാധനം എടുത്ത് നോക്കിയിട്ടുണ്ട്. എത്ര ഏകദേശം അതുപോലെ അവർക്ക് അറിയാവുന്നതാണ്. എന്നെ എടുക്കുകയാണെങ്കിൽ ഇത്ര കൂടിയില്ല കൂടി, കാരണം എനിക്ക് അത്ര കിട്ടില്ല. ഈ കുട്ടി ആയതുകൊണ്ട് ഇത്ര എത്രത്തോളം നിരീക്ഷണം. കാരണം അവരുടെ ചിന്തയിൽ ഭഗവാൻ ഓരോന്നുമില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വന്ദേ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ വെച്ചാൽ നമ്മളെ ഉയർത്തിയിട്ടുണ്ട്. നമുക്കൊന്നും ആ ഭാഗ്യം ഇല്ലാണ്ടായല്ലോ. ഞാനിത് പറയാൻ കാരണം നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ നമ്മൾ എടുക്കണമെന്ന് നമ്മൾ ആഗ്രഹം. നമ്മൾ ഗുരുവായൂരപ്പൻ എടുക്കാമെന്ന് നമുക്ക് എപ്പോഴും ആഗ്രഹം. ഉണ്ണിയായിരിക്കും എടുക്കുമ്പോൾ പറ്റില്ല. തിരിച്ചെടുക്കാനുള്ള ഭാഗ്യം കിട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കും. നമ്മളെപ്പോഴും ഉണ്ണിയെടുക്കുന്ന മടിയിൽ വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഗുരുവായൂരപ്പന്റെ മടിയിലേക്ക് ആലോചിക്കുന്നു. മഹാലക്ഷ്മി മാത്രം ഇരിക്കുന്ന മടിയിരിക്കുന്ന പ്രഹ്ലാദനെ കുറിച്ച് നമുക്ക് നോക്കും, ഗുരുവിനെ കുറിച്ച് നമുക്ക് നോക്കും. ആ മടി ഭഗവാൻ അവളെ കിടത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ ചിന്തിച്ചു അവിടെ കുറച്ച് പൂക്കളൊക്കെ ഒഴിഞ്ഞു പഴയ ഒരു ഉയർത്തുമാല അവിടെ ഉപേക്ഷിച്ചതായിരുന്നു. ഇവിടെ എത്തിയപ്പോ നമ്മുടെ കണ്ണ് അവൾക്ക് മനോഹരമായിട്ടുള്ളൊരു മാല അവളുടെ മുടിയിൽ ചാത്തി കൊടുത്തിട്ടുണ്ട്. ഗോപസ്ത്രീ ഇത്രയധികം ദൂരം ചെയ്ത് അവളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് പോലും പറയുമ്പോ നമ്മളൊക്കെ ഒരേ പ്രദേശത്തിലുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് പോലും അസൂയ തോന്നും. നമുക്ക് ആർക്കും ഇല്ലാത്ത എന്തോ ഒന്ന് അവൾക്കുണ്ടല്ലോ. എന്താണ്? അതാണ് ചിന്തിക്കേണ്ട വിഷയം. എന്റെ മാത്രം എന്നുള്ള ചിന്ത ആ ഗോപസ്ത്രീക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് തോന്നുന്നു, എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഭഗവാനോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ രാധാദേവിയോട് പറയാമെന്നൊരു സമ്പ്രദായം. കാരണം ദേവിയെ സംബന്ധിച്ചിടത്തോളം എത്തില്ല, എന്റെ മാത്രമുള്ള ചിന്തയില്ല. അങ്ങനെ എപ്പോഴും തന്നെ കുറിച്ച് ചിന്തിക്കാതെ തന്നെ സ്നേഹിക്കുന്നവരെ കുറിച്ച് മാത്രമേ ആ മഹതി ചിന്തിച്ചിരുന്നു. പക്ഷെ അടുത്ത രംഗത്തിൽ അതിന് ചെറിയൊരു വീഴ്ച ഉള്ളതായിട്ട് കാണാം.
അടുത്ത ഭാഗത്തിൽ മാല കെട്ടിക്കൊടുത്ത അതേ ഭഗവാന്റെ ആ കരസ്പർശങ്ങളെപ്പോഴും അനുഗ്രഹീതയായിട്ടുള്ള സ്ത്രീ കുറച്ച് കഴിയുമ്പോൾ ഭഗവാനോട് പറഞ്ഞിത്രേ ഭാഗത്തിലായി. ഇനി എന്റെ കൂടെ അല്ലെങ്കിൽ കണ്ണന്റെ കൂടെ ഞാൻ ഇനി വരണമെന്നുണ്ടെങ്കിൽ എന്നെ എടുക്കണം. ഒരുവട്ടെടുത്തു, മാലകെട്ടി കൊടുത്തു, ഒപ്പം കൊണ്ടാവൊക്കെ ചെയ്തെങ്കിലും ഇപ്പൊ അടുത്ത പറഞ്ഞ വാഹനമായിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു എന്ന് വെച്ചാൽ എന്നെ ഇനിയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്നെ എടുക്കണം. ഇനിയും ഞാൻ കൂടെ വരണമെന്നുണ്ടെങ്കിൽ എന്നെ എടുക്കണം. അവിടെ ഏത് ശബ്ദം വാക്ക് കേട്ടത്? ഞാൻ. അതിനെന്താ ഒരു ബോധവും പറഞ്ഞ എണീറ്റു ചുമല് പിടിച്ചപ്പോ അങ്ങനെ അത് ചില വ്യാഖ്യാനങ്ങൾ.